30 വർഷത്തെ പാരമ്പര്യമുള്ള TTM ഔഷധശാലയ്ക്ക് കീഴിൽ പ്രസവാനന്തര പരിചരണവുമായി TTM അസ്ലി മോംസ് ക്രാഡിൽ ഇനി പുല്ലങ്കോടും. TTM അസ്ലി മോംസ് ക്രാഡിൽ, പുല്ലങ്ങോട്, കാളികാവ്. പഞ്ചായത്തുകൾക്കുള്ള പദ്ധതി വീതം വെട്ടിക്കുറച്ചതിലും ഒന്നാം ഗഡു തുക അനുവദിക്കാതെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്നതിലും പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 1 ശനിയാഴ്ച 10 മണിക്ക് കരുളായി ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു. LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന വ്യാപകമായി LDF നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് മാർച്ച് നടത്തുന്നത്. പദ്ധതി വിഹിതം ലഭിക്കാത്തതിനാൽ വീട് റിപ്പയർ ചെയ്ത ഗുണഭോക്താക്കളും ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളും കടുത്ത ദുരിതത്തിലാണ്. വീട് റിപ്പയർ പ്രവൃത്തി പൂർത്തിയാക്കിയ കരുളായി പഞ്ചായത്തിലെ 36 ഗുണഭോക്താക്കൾ പണം ലഭിക്കാതെ പ്രയാസപ്പെടുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന്റെ പ്രവൃത്തി പാതിവഴിയിൽ നിൽക്കുന്നവരും ഒട്ടേറെയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ലഭിക്കാത്തതിനാൽ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ കഴിഞ്ഞ സർക്കാർ അനുവദിച്ച പെൻഷൻ പുതിയ സർക്കാർ വന്നതിന് ശേഷം ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് 21 ലക്ഷം ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് നിർത്തലാക്കിയത്. ഈ വിഭാഗത്തിൽ കരുളായി പഞ്ചായത്തിൽ 2100 സ്ത്രീകൾക്ക് ആനുകൂല്യം ലഭിച്ചിരുന്നു. ഇത് മുടങ്ങുകയും ചെയ്തതിനെ തുടർന്നാണ് പ്രതിഷേധം നടത്തുന്നത്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം 2025 പ്ലാൻ ഫണ്ട് അനുവദിച്ച് 10,189 കോടി രൂപ. എന്നാൽ ഇത്തവണ 8,655 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. 1,534 കോടി രൂപയുടെ കുറവാണ് ഇത്തവണ പ്ലാൻ ഫണ്ടിൽ നിന്നും സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചത്. അതിൽ കരുളായി പഞ്ചായത്തിന് 35 ലക്ഷം രൂപ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കൊടുക്കേണ്ടിയിരുന്ന, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനം കൊടുക്കേണ്ടിയിരുന്ന മൂന്നാം ഗഡു ഇടതുപക്ഷ സർക്കാർ കൊടുക്കാൻ വെച്ചത് 2 തവണ ഇലക്ഷൻ കമ്മീഷന് നടപടി ചട്ടപ്രകാരമുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ആവശ്യപ്പെട്ടു, 2 തവണ ആവശ്യപ്പെട്ടു. 2 തവണയും നിരാകരിക്കുകയത് ഇലക്ഷൻ കമ്മീഷൻ. അതിനുശേഷം അധികാരത്തിൽ വന്ന UDF ഗവൺമെന്റ് ആ മൂന്നാം ഗഡുവും കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആ മൂന്നാം ഗഡുവിനടക്കമുള്ള 6,000 കോടി സംസ്ഥാന ഖജനാവിൽ ബാക്കി വെച്ചിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഇറങ്ങിപ്പോരുന്നത്. അത് ധവളപത്രത്തിൽ അവർ സമ്മതിച്ചുമാണ് 6,000 കോടിയോളം രൂപയുണ്ട്. അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇത്തവണത്തെ ഈ സാമ്പത്തിക വർഷത്തിലെ ഒന്നാം ഗഡുവും കൊടുത്തിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് ലൈഫിൻ്റെ വീടിൻ്റെ മൂന്നാം ഗഡു കിട്ടാനുണ്ട്. വീട് റിപ്പയറിന് അതിനനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആശുപത്രികളിൽ, അതായത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ആശുപത്രികളിൽ മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത സ്ഥിതിയാണ്. ഡോക്ടർമാർക്ക് ശമ്പളമില്ല. അതുപോലെ തന്നെ നഴ്സുമാർക്ക് പരിരക്ഷ എല്ലാം മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥ ജനങ്ങൾക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തകർക്കുന്നതും ജനക്ഷേമ നടപടികൾ നിർത്തലാക്കുന്നതുമായ UDF സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും പങ്കെടുക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ജനകീയാസൂത്രണ പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്ന സമയത്ത് കേരളത്തിൽ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അന്ന് സർക്കാരിന്റെ സങ്കല്പം എന്നുള്ളത് അധികാരവും പണവും നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾക്ക് നൽകുക എന്നുള്ളതായി. എന്നാൽ ഇന്ന് UDF അധികാരത്തിൽ വന്ന സമയത്ത് ഏകദേശം 2 മാസം പിന്നിട്ട ഈ സന്ദർഭത്തിൽ ഈ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരവും പണവും എന്നുള്ളത്, പണം വെട്ടിച്ചുരുക്കിക്കൊണ്ട് പഞ്ചായത്തിനെ ആകെ, പ്രവർത്തനങ്ങളെ ആകെ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. നിയമസഭയിലടക്കം പ്രതിപക്ഷം ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ കാര്യം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ പ്രാദേശികമായി പഞ്ചായത്ത് ഭരണസമിതിയുടെ ജനവിരുദ്ധ, ജനാധിപത്യ വിരുദ്ധ നിലപാടുകളടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച്. വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കളായ P. ബാലകൃഷ്ണൻ, J. രാധാകൃഷ്ണൻ, K. മനോജ്, ഹാരിസ് പനോലൻ, B. വേണുഗോപാലൻ, സിദ്ദീഖ് വടക്കൻ, P. അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുളായി.